pepper. Bum 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 bum. ഹായ്, സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പറിൽ ഭയങ്കര സാധാരണഗതിയിൽ വന്നിറങ്ങും പോലെയൊന്നുമല്ല. ഞാൻ ഒറ്റയ്ക്കല്ല, 4-5 കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് വന്നിറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് എന്തൊക്കെ പ്രത്യേകതയുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് കൊല്ലത്ത് ബൈപ്പാസ് റോഡിലുള്ള സാരഥി ജംഗ്ഷനിലെ വരമ്പത്ത് റെസ്റ്റോറൻറ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൊല്ലത്തുള്ളവർക്കൊക്കെ ഇപ്പം മനസ്സിലായി എന്തായിരിക്കും എൻ്റെ കൂടെ കൂട്ടുകാർ വന്നതെന്ന്. ഈ റെസ്റ്റോറൻറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം, കൊല്ലത്തെ ഏറ്റവും മനോഹരമായ മികച്ച ഒരു പോയിസണോ അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന തരത്തിലുള്ള യാതൊരു മായമോ ഒന്നുമില്ലാത്ത ഒരു ടോഡി ഷോപ്പാണ്. കള്ള ഷാപ്പ്. കറക്റ്റ്. കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ശുദ്ധമായ കള്ള്. അതിനകത്ത് യാതൊരു മായമോ ഒന്നുമില്ല. ഇതിനകത്ത് ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ഇത് വിഷമായിട്ട് മാറുന്നത്. അങ്ങനെ അല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്താണ് സോൾട്ട് ആൻഡ് പെപ്പർ എത്തിയിരിക്കുന്നത്. കള്ളൊക്കെ കുടിയാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ അതുകൊണ്ടാണ് വന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അസല് ഭക്ഷണം കിട്ടും, നല്ല രസ്യൻ ഭക്ഷണം. ആ ഭക്ഷണം തേടിയിട്ടാണ് ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പറിൽ ഞാൻ എത്തിയിരിക്കുന്നത്. വരമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പണ്ട് വയലിലൊക്കെ പണി ചെയ്യുന്ന തൊഴിലാളികൾ ആ വയലിൽ നിന്ന് നേരെ വരമ്പത്തോട്ട് കയറുമ്പോഴേക്കും അവരെ കൂലി മുഴുവൻ അടിച്ചുകൊണ്ട് പോകാൻ ഒരാളുണ്ടാവും. എങ്കിലും അവർക്ക് സന്തോഷം കിട്ടുന്ന വരമ്പത്തുള്ള ചില കാഴ്ചകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പേര് സ്വീകരിച്ചിരിക്കുന്നത്, ആ ഒരു കള്ള് ഷാപ്പിന്, ടോഡി ഷോപ്പിന്. എന്തായിരുന്നാലും ഇവിടുത്തെ ഭക്ഷണ വൈവിധ്യം വളരെ കേമമാണ്, വിശേഷമാണ്. പിന്നെ വളരെ ഇവരുടെ തന്നെ ആയിട്ടുള്ള ഒരു നാടൻ ഈ മസാലയൊക്കെ കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ തേടിയാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇച്ചിരി കള്ളു കുടിക്കണമെന്നുണ്ടോ? കുടിക്കരുത്, തെറ്റാണ്. വരൂ, ഭക്ഷണം കഴിക്കാം. ഹായ്. ഹലോ. ഹലോ. അങ്ങനെ നമ്മൾ വരമ്പത്ത് വിശേഷങ്ങളൊക്കെ കണ്ട് ഇതിനകത്തെത്തിയപ്പോഴേക്കും 2 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയണല്ലോ, ഇതിൻ്റെ അധികാരികൾ വെറുതെ തന്നെയാണ്. അത് മാത്രമല്ല, പണ്ട് ഈ വരമ്പത്ത് വരമ്പെന്ന് പറയുന്നത് പാടത്തിന്റെ കരയിലുള്ളതാണ്. അതെ, ഇവിടെ ഈ ഇതിന്റെ ബാക്കിലൂടെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. അതിന്റെ ആറ് അതിന്റെ തീരത്താണ് ഇതിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേരിന്. അല്ലെങ്കിലും പണ്ട് വയലിലൊക്കെ പണി ചെയ്ത് ഒരു വരമ്പത്ത് വരുമ്പോഴാണ് കൂലി കിട്ടുന്നത്. കൂലി കൊടുക്കുന്ന ജമ്മിമാർ, ആ 2 ജമ്മിമാരെ ഞാൻ ഇവിടെ വെച്ച് കണ്ടെത്തുന്നുണ്ട്. ഇവരൊന്നും നമ്മൾ കഥകളിൽ കേട്ട ജമ്മിമാരൊന്നും അല്ല കേട്ടോ. അതൊക്കെ ഭയങ്കര ശരിയാണ് പറഞ്ഞത്. ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ഒരു കൂലി തന്നിട്ടാണ് പോകുന്നത്. സന്തോഷത്തോടെ ആ കൂലി തന്നിട്ടാണ് കൂലി വാങ്ങുന്ന ജമ്മിമാര്. പിന്നെ ചേട്ടന്റെ പേര്? എൻ്റെ പേര് ദിലീപ്. ഓമനക്കുട്ടൻ. അപ്പൊ ഈ ഫാമിലി ആയിട്ട് വരുന്നവരെ ഇവിടെ ഫാമിലി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ മേളിൽ അവർക്കുള്ള എല്ലാ സൗകര്യവും AC റെസ്റ്റോറൻറ്റ് എല്ലാം ശരിയാക്കി ഉണ്ട്. അത്യാവശ്യം അവിടെ ചേട്ടന് ഇത്തിരി കള്ളു കുടിക്കണമെന്ന് തോന്നിയാ? തീർച്ചയായിട്ടും ശുദ്ധമായ കള്ള് നമ്മളിവിടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഷെഫ് ആരാണ്? ഷെഫ് ദിലീപ്. അപ്പൊ നമുക്ക് ദിലീപ് ഇവിടുത്തെ എത്ര വർഷമായിട്ട് ദിലീപ് ഇവിടെ ഉണ്ട്? ദിലീപ് ഇപ്പം ഇവിടെ 4 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ആണല്ലേ? അപ്പൊ ദിലീപിന് നല്ല കൈപ്പുണ്യം ആളാണ്. തീർച്ചയായിട്ടും ആൾക്കാരൊക്കെ പറഞ്ഞു നല്ല ഫുഡാണ് ദിലീപിന്റെ. ദിലീപ് ഇവിടെ നിന്ന് നമ്മളോട് എല്ലാ ഏത് പറയുന്നു അത് ചെയ്തു പോകും. ശരി, അപ്പൊ ഞാൻ ദിലീപിന്റെ അടുത്തേക്ക് പോകട്ടെ. ശരി. എന്നിട്ട് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ രുചി അറിയട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കള്ളിന്റെ രുചിയും കൂടെ അറിയാം കേട്ടാ. ഹലോ, ഷുഡ് ബ്രേക്ക്. ടേസ്റ്റി ബ്രേക്കിൽ നിന്നും രുചിക്കൂട്ടിലേക്ക് മടങ്ങി വരാം. ഇതാണ് ദിലീപ് ഏട്ടൻ. ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ? നമ്മൾ ക്രാബ് റോസ്റ്റ്. ഞണ്ട് റോസ്റ്റ്. അതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? സവാള വഴറ്റി വെച്ച് ഇത് എന്തൊക്കെ ചേർത്ത് വഴറ്റി? ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. ഇത്രയും ചേർത്ത് വഴറ്റി വെച്ച സവാള. മുളക് പൊടി, വെളിച്ചെണ്ണ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കടുക്, ഉപ്പ്, കറിവേപ്പില, തേങ്ങാപ്പാൽ. ഓക്കെ, അപ്പോൾ ഇത്രയുണ്ടെങ്കിൽ നമ്മൾ വരമ്പത്ത് ഇത്രയും ആൾക്കാർ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ശരി, അപ്പോൾ തുടങ്ങാൻ ചേട്ടാ. അപ്പം എണ്ണ ഒഴിക്കുന്നു. ഇത് വെളിച്ചെണ്ണയാണോ? വെളിച്ചെണ്ണ. ലേശം കടുക് ഇടുകയാണ്. കടുകിടാം.
ഇടാൻ പോവാണ് സാറേ. ഓക്കെ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത് ഒന്ന് വഴറ്റി വെച്ചിരിക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി. ഒരു സ്പൂൺ ഉപ്പ്. ഇതിപ്പോൾ എത്ര ഞണ്ടുണ്ട് ഇതിനകത്ത്? 6 ഞണ്ട്. 6 ഞണ്ട്. 6 ഞണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കിലോ ഇപ്പോൾ ഈ ആസ് പെർ സൈസ്, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ചെറിയ ഞണ്ടാണ്. ഇതിപ്പോൾ ഒരു കിലോയ്ക്ക് 12 തോന്നും. 6 ഞണ്ടിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ചേർത്തിരിക്കണേ. എത്ര ഉള്ളി ചേർത്തു? ഇത് 8 സവാള. 6 ഞണ്ടിന് 8 സവാള ചേർത്തിട്ടുണ്ട്. 8 എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ടൈപ്പ്. മീഡിയം ഞണ്ട്, മീഡിയം ടൈപ്പ് സവാള. മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഇതായിരുന്നു. അതും 1 സ്പൂണ്. ഇവിടെ എല്ലാം 1 സ്പൂണിൻ്റെ കണക്ക്. സ്പൂൺ. ലേശം ഗരം മസാല. ഒരു 1/4 സ്പൂൺ ഗരം മസാല. കുരുമുളക് പൊടി ഇച്ചിരി ഹോട്ടായിക്കോട്ടെ. കുരുമുളക് ഇച്ചിരി കൂടുതലായിക്കോട്ടെ, ഇച്ചിരി ഹോട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു 1/4 സ്പൂൺ. ഇത് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്. ഓക്കെ. സാറേ തേങ്ങാപ്പാൽ. വെള്ളം ഒഴിക്കാം സാറേ. വെള്ളം. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ 1-ാം പാലല്ലേ? 1-ാം പാൽ. ഒരു തേങ്ങയുടെ അല്ലേ? ഒരു അരമുറി തേങ്ങയുടെ 1-ാം പാല്. ഗ്രേവിയൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഈ ഗ്രേവിക്ക് ഇപ്പോൾ ഒരു മണം കിട്ടുന്നുണ്ട്. ഈ മണമൊന്നുമല്ല, ഞണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതൊരു വേറൊരു മണത്തിലേക്ക് വരും. അത് ഞണ്ടിൻ്റെ മാത്രം പ്രത്യേകത. ഇതിന് എത്ര സമയം ഇങ്ങനെ അടച്ചു വെക്കണം? ഇത് ഒരു 10 മിനിറ്റിനാവും. രണ്ട് 3 കറിവേപ്പില ഇടാം. അപ്പം ഏകദേശം പാകമായി കഴിഞ്ഞു. അതിൻ്റെ തെളിവാണത് ഇങ്ങനെ താഴെ അടി പിടിക്കുന്ന കണ്ടോ. ഇനി പാകമായി, സംഭവം കഴിഞ്ഞു. സംഭവം റെഡി ആയിട്ടുണ്ട്. ഒന്ന് അത് ഈ ദിലീപേട്ടൻ്റെ ഒരു സിസ്റ്റമാണ്. അതിനെ ലാസ്റ്റിലൊന്ന് അടച്ചു വെച്ചിട്ട് തീ അണക്കുക. എന്നിട്ട് ഇദ്ദേഹത്തെ ധ്യാനിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ അടപ്പ് തുറന്ന് കഴിക്കുന്നവരടുത്ത് കഴിക്കാൻ. ഇപ്പം നമുക്ക് സെർവ് ചെയ്താലോ? പാത്രത്തിലോട്ട് പകരം. റെഡി. അങ്ങനെ നല്ല ചൂട് ആവി പറക്കുന്ന ഞണ്ട് റോസ്. അതും വരമ്പിലൂടെ ഓടിക്കൊണ്ട് നടന്ന ഞണ്ടായിരുന്നു. അതിപ്പോൾ വരമ്പത്തിരിക്കണു. വരമ്പത്തെ പ്ലേറ്റിനകത്തിരിക്കുന്നു. വയലിൽ നിന്ന് വരമ്പത്ത് കയറി. ഞണ്ടിന് വയലിൽ കുറച്ച് ജോലിയാണ്, കൂലി വാങ്ങാനായിട്ട് കയറിയതാണ്. എനിവേ അങ്ങനെ നല്ല ചൂട് ആവി പറക്കുന്ന ഞണ്ട് റോസ്റ്റ്, വരമ്പത്തെ ഞണ്ട് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഈ ആവിയോടെ നിങ്ങളൊന്ന് കണ്ടോളൂ. കാരണം ഇനി ഇത് കാണാൻ കിട്ടത്തില്ല, അതുകൊണ്ടാണ്. മതി വരമ്പത്തെ ഞണ്ട് കണ്ടത്. ഇനി ഇത് എടുക്കട്ടെ ചേട്ടാ. ഇതിൻ്റെ ഒരു കറക്റ്റ് എക്സാക്ട് ടേസ്റ്റ് അറിയണമെങ്കിൽ ഇപ്പം എല്ലാവരും പ്രതീക്ഷിക്കണത് ഞാൻ ഈ കാലിനെ എടുത്ത് വെച്ച് ടേസ്റ്റ് ചെയ്യുന്നു. ശരിക്കും ഏതാ അതിൻ്റെ ടേസ്റ്റ്? ഇതിൻ്റെ ഈ മാംസമുള്ള ഭാഗമാണ്, അതായത് അതിൻ്റെ ബോഡി പാർട്ട്. ഓക്കെ. അതെടുക്കാൻ പ്രത്യേകിച്ച് രീതി എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് കഴിച്ചാലേ അതിൻ്റെ സുഖം വരുന്നുള്ളൂ. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ചേട്ടനെ ധ്യാനിക്കണം. അത് ഇവിടുത്തെ ഒരു പ്രത്യേക ചടങ്ങാണ്. ഗുരുവേ, എൻ്റെ ചേട്ടാ, നിങ്ങളെ ഞാൻ ഗുരുവേന്ന് ആദ്യമേ വിളിച്ചില്ലായിരുന്നു, വലിയ അപരാധമായി പോയാൽ. ഗംഭീര ടേസ്റ്റ്. ഇത് കഴിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ എത്രത്തോളം മനോഹരമാണെന്ന് എനിക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ ചില സ്നേഹത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ
വളരെ രസമായിട്ടുള്ള ഒരു കുക്കിംഗ് സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൻ്റെ ടേസ്റ്റ് ആയത്. ഇത് കഴിക്കണമെങ്കിൽ സത്യത്തിൽ നിങ്ങൾ ഇവിടെ വരുമ്പത്ത് തന്നെ വന്ന് കഴിക്കണം കേട്ടോ. ഇത്രയും ടേസ്റ്റ് ഇതിന് എങ്ങനെയാണ് വന്നത്, അതിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതറിയാനായിട്ട് ഇതാ വരുന്നു ഒരു റീക്യാപ്പ്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു ഞണ്ട് റോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടതും പഠിച്ചതും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് പോകാം അല്ലേ? വരമ്പിലെ അടുത്ത വിഭവം എന്താണ്? ഡക്ക് ചാപ്സ്. ഡക്ക് ചാപ്സ്, താറാവ് ചാപ്സ്. ഇതുണ്ടാക്കാൻ എന്തൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ബോയിൽ വെച്ചിരിക്കുന്ന ഡക്കിനകത്ത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഡക്ക്, അതായത് ശകലം മഞ്ഞപ്പൊടി, ഉപ്പ്, ഒരു ലേശം കാശ്മീരി ചില്ലി, ലേശം കാശ്മീരി ചില്ലിയും ചേർത്തിട്ട് നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ലേശം ഗരം മസാലയും ചേർത്ത് കുക്കറിലാണോ പുഴുങ്ങിയത്? കുക്കറിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എത്ര വിസിൽ? ഇത് 6 വിസിലായിരുന്നു. 6 വിസിൽ. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? സവാള വഴറ്റിയെടുത്തത്, അതിൽ എന്തൊക്കെ ചേർത്ത് വഴറ്റിയെന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്ത് വഴറ്റി വെച്ചു. ഓക്കെ. പിന്നെ കാശ്മീരി ചില്ലി ഉണ്ട്, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില, തേങ്ങയുടെ ചെറിയ പീസാക്കിയത്, തേങ്ങ ഇങ്ങനെ കൊത്തി അരിഞ്ഞത്. ഓക്കെ, നമ്മൾ പണ്ട് പായസത്തിലിടാനൊക്കെ അരിഞ്ഞെടുക്കും പോലെ. പ്രതിയുടെ നമ്മുടെ വെളിച്ചെണ്ണ. തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറാകുമ്പോഴാണ്. അപ്പം ഇതിനകത്ത് ആദ്യമായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, അതിലെല്ലാം ഉണ്ട്. നമ്മൾ വരട്ടി വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്ത് വഴറ്റിയെടുത്ത സവാള, പച്ചമുളകും ഉണ്ട് അതിൽ. എത്ര സവാള ഉണ്ട് അതിൽ? ഇതിലൊരു 7 സവാള. 7 സവാള. താറാവ് എത്ര ഉണ്ട്? 1 കിലോ ഉണ്ടോ? താറാവ് 1 കിലോ കൂടുതലുണ്ട്. 1 കിലോ ഒരു 1.25 മീറ്റ്. അതിനൊരു മീറ്റിൻ്റെ കണക്കാണ് പറഞ്ഞത്, അല്ലാതെ നമ്മൾ ഈ പൂടയൊക്കെ ഓടുകൂടി ഒരു ജീവനുള്ള താറാവിനെ തൂക്കുന്ന ഇതല്ല. മീറ്റ് മാത്രം ഒരു 1.25 കിലോ ഉണ്ട്. അതിന് പറ്റിയ സവാളയാണ് 7 സവാള. ഇച്ചിരി ഉപ്പിടാം. ഓക്കെ. മഞ്ഞപ്പൊടി ഓൾറെഡി ഈ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഈ നമ്മൾ ബോയിൽ ചെയ്ത സമയത്ത് അതുകൊണ്ട് മല്ലിപ്പൊടി ഇറക്കുകയാണ്. കഴിഞ്ഞ ഡിഷിൽ ഇറക്കാതിരുന്നത് ഇപ്രാവശ്യം ഇറക്കുകയാണ്. നമ്മളൊരു 3 സ്പൂൺ പൊട്ടിക്കാം. ഇത് ഗരം മസാലയാണ്, 1 സ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അളവ് കണ്ടല്ലോ എല്ലാം, നിങ്ങൾ കാഴ്ചയിൽ കണ്ടതുപോലെ 1.5 അത്രയും ഉണ്ട്. 1.5 ഇട്ടിട്ടുണ്ട്. കുറച്ച് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മതിയായിരുന്നല്ലേ? 3 കാശ്മീരി ചില്ലി, 3 സ്പൂൺ. ചേർത്ത ഐറ്റങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുത്തു. നമ്മൾ താറാവിൻ്റെ സ്റ്റോക്ക് കുറച്ച് ഈ ഗ്രേവിയിലോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ പീസ് അതിനകത്ത് ഇട്ടിട്ടില്ല. അങ്ങനെ താറാവും ആഡ് ചെയ്തിരിക്കുകയാണ്. സംഭവം ഇങ്ങനെ കിടിലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികടൻ്റെ കൈ കൊണ്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് സഹായിക്കണം. അങ്ങനെ ഞാൻ ദിലീപേട്ടനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇതിനകത്ത് ഇടുകയാണ്. അപ്പോൾ നേരത്തെ കണ്ടല്ലോ, ഇതിൻ്റെ ഗ്രേവിയിലേക്ക് നേരെ ഡയറക്റ്റായിട്ട് ആ പുഴുങ്ങി വെച്ച
അതായത് ഉപ്പ്, മഞ്ഞൾ, ശകലം കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് പുഴുങ്ങി വെച്ച താറാവിനെ അതിലോട്ട് ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിൻ്റെ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയപ്പോഴേക്കും ആ മസാലയൊക്കെ പിടിച്ചപ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇടുകയാണ്. അത് ഇദ്ദേഹത്തെ ധ്യാനിച്ചിട്ട് വേണം ഇവിടെ എന്തും ചെയ്യാൻ. താറാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താറാവിന് നല്ല മാംസമുണ്ട്, പക്ഷേ എല്ല് ഇത്തിരി കൂടുതലാണ്. താറാവ് എടുത്ത് നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഈ സ്പോഞ്ച് പോലെ കഴിക്കാൻ പറ്റത്തില്ല, ഇത്തിരി കടിച്ച് ചവച്ച് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് പഴയ അമ്മൂമ്മമാർക്കൊന്നും താറാവ് വലിയ ഇഷ്ടമില്ലാത്തത്. പല്ലില്ലല്ലോ. അമ്മൂമ്മ നിങ്ങളെ തന്നെ അടച്ചു വയ്ക്കണം. അല്ല അത് ഒരു 2 സെക്കൻഡ് അല്ലേ, ഒരു 2 മിനിറ്റ് അടച്ചുകൂടെ വയ്ക്കണമെന്ന് പറഞ്ഞു. Yes, the plate. വാ, എന്താ മണം! ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, സോൾട്ട് ആൻഡ് പെപ്പറിൽ ഒരിക്കൽ കോട്ടയം ഭാഗത്ത് പോയി ചെയ്ത ഒരു താറാവ് കറി. അതിൻ്റെ രുചി എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. കോന്നി ഭാഗത്താണ് അത് ചെയ്തതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. കാരണം അത് എക്സലൻ്റ് ആയിരുന്നു. അതൊക്കെ മേലെയാണോ എന്ന് നോക്കട്ടെ. இப்படி கபாலி சாப்பாடு இப்படி கபாலிடா എൻ്റെ ചേട്ടാ, താറാവിൽ ഞാൻ ആദ്യമേ ഒരു ഇൻട്രോ ഇട്ടു. ഇതിൻ്റെ എല്ലൊക്കെ ഒരുപാടുണ്ടാവും. ആ എല്ല് വരെ കടിച്ച് പഞ്ഞി പോലെ നെയ്മീൻ കഴിക്കും പോലെ. ഇതൊക്കെ മേലെ എന്ത് വേണം ചേട്ടാ? അതുதான் நம்ம வரம்பத்து. ഒരു തവണ ചൊല്ലിട്ടാ 100 തവണ വരമ്പത്ത്. പണ്ടൊക്കെ വരമ്പത്തൊക്കെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ വഴക്ക് കിട്ടുമായിരുന്നു സ്കൂളിൽ പോകാതെ. പക്ഷെ ഇപ്പൊ വരമ്പത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പറയും ഭാഗ്യവാൻ. വാ, എക്സലന്റ്. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, നല്ല മനോഹരമായ എന്താണ് ഭയങ്കര ടേസ്റ്റുള്ള ഒരു താറാവ് കറി. അപ്പോ ഈ ചോറോ പൊറോട്ടയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പോകും. ഇത് ഒന്നും വേണ്ട, എനിക്ക് തോന്നുന്നു ഇതൊരു ഫസ്റ്റ് വരുന്ന സ്റ്റാർട്ടറായിട്ട് വരെ ഇത് ഉപയോഗിക്കാം. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, എന്താ രസം. അപ്പോൾ ഞാൻ വെറും വാക്ക് പറഞ്ഞല്ല കേട്ടോ, ഇത് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരമ്പത്ത് വന്നത് കഴിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും മനോഹരമായ ഈ താറാവ് ചാപ്സ് അല്ലെങ്കിൽ ഡക്ക് ചാപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നും കൂടെ കാണണ്ടേ? ദാ വരുന്നു, കണ്ടോളൂ. റീക്യാപ്പ്. അങ്ങനെ നല്ലൊരു ഞായറാഴ്ചയായിട്ട് വരമ്പത്തൂടെ കറങ്ങി നടക്കേണ്ട സമയമായിരുന്നു. പക്ഷേ വരമ്പത്ത് കറങ്ങി നടക്കാതെ ഇരുന്ന് TV കണ്ട്, കൗമുദി TV കണ്ടത് കാരണം മനോഹരമായ ഒരു ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? ഇതാണ് സോൾട്ട് ആൻഡ് പെപ്പർ. ഇനിയുണ്ട് ഇതുപോലത്തെ ഒരുപാട് ഭക്ഷണങ്ങളുടെ കഥ. അതൊക്കെ അടുത്ത ആഴ്ച. തൽക്കാലം നമ്മൾ ഇന്നത്തെ ഈ വരമ്പത്തൂടെ, ഞാൻ വരമ്പത്തൂടെ ഒന്നുകൂടെ നടക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ വരമ്പത്തൂടെ കറങ്ങി നടക്കാതെ ഞാൻ ഇപ്പോൾ ഈ കണ്ട റെസിപ്പിയൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യൂ. വീട്ടിലെ പിള്ളേരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കൂ. അപ്പോഴേക്കും അടുത്ത ആഴ്ച മറ്റൊരു വരമ്പിലെ കഥയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും സോൾട്ട് ആൻഡ് പെപ്പറിൽ. തൽക്കാലം പോട്ടെ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.